സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഇതാ മഞ്ഞുകാലമൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തണുപ്പാണ് കേട്ടോ രാവിലെ. അപ്പോൾ രാവിലെ തന്നെ കുറച്ചൊന്ന് ചെടിമൊക്കൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം ഞാൻ രാവിലെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചീര പറിക്കാൻ പോകാം കേട്ടോ. അപ്പോൾ ഇതാ നല്ല പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ചീര എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അപ്പോൾ ഇത് നാടൻ ചീരയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വെറുതെ ഒരു കൊമ്പ് കുത്തിയിട്ടാൽ തന്നെ പെട്ടെന്ന് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തളിരിലുണ്ടല്ലോ, അതിങ്ങനെ ഒന്ന് പൊട്ടിച്ചെടുത്താൽ പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാനൊരു 2-3 എണ്ണം എടുത്തിട്ടുണ്ട്. ഇതിലുള്ള ഇലയൊക്കെ ഒന്ന് ഈ ഒരു തണ്ടിൽ നിന്ന് മാറ്റിയെടുക്കട്ടെ. എന്നിട്ട് പിന്നെ അത് നല്ല പോലെ വാഷ് ചെയ്തിട്ട് കറി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, കൂടെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ചീരയിൽ നിന്ന് അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് തളിരില ഒരു കൊമ്പുണ്ടല്ലോ, അത് കുറച്ചൊന്ന് പൊട്ടിക്കാൻ പാകത്തിന് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് പൊട്ടിച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ ഒന്ന് വാഷാക്കി എടുക്കുകയാണ്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ നല്ല പോലെ വാഷാക്കിട്ടോ. അപ്പോൾ കാണുമ്പോൾ കുറച്ചേ ഉള്ളൂ, പക്ഷേ നമ്മൾ പരിപ്പിലോ അല്ലെങ്കിൽ വേറെന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കുമ്പോൾ ഈ ഒരു ചീര നല്ലതാണ് കേട്ടോ. പിന്നെ ഈ ഒരു ചീര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉപ്പേരി വെക്കാനും തേങ്ങയൊക്കെ ഇട്ടിട്ട് ഉപ്പേരി വെക്കാനും നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഇതാ പരിപ്പൊക്കെ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചത് നല്ല പോലെ വാഷ് ചെയ്തിട്ട് നമ്മൾ കുക്കറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് തക്കാളി, പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇടുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണ് പിന്നെ നമ്മൾ ഇത് ഒന്ന് കൂക്കിച്ചെടുക്കുന്നത്. അപ്പോൾ പരിപ്പൊന്ന് വെന്ത് വന്നതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഈ ചീര ഇട്ടിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ പരിപ്പ് നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ പരിപ്പ് വെന്തതിന് ശേഷം ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ചീരയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ ഒക്കെ കാണിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് ദോശയായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ കാണിക്കാതിരുന്നതാണ് കേട്ടോ. അപ്പോൾ രാവിലെ ചെറിക്ക് ഫുഡ് ഉണ്ടാവാണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ചീരയൊക്കെ പറിച്ചിട്ട് വേഗം കറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ചെറിയനെയും ഇഷുവിനെയും ഒക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ അടുത്തുള്ള ഒരു ചേച്ചിനോട് വാങ്ങി വെക്കാൻ പറയല്ല. അപ്പോൾ മോനെ ഇഷുവിനെ സ്കൂളിലാക്കി വന്നതിന് ശേഷം പോയിട്ട് വാങ്ങി കൊണ്ടുവരലാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്കിലുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അത്. മീൻ വാങ്ങാൻ പോയ സമയത്ത് നേനുട്ടിനോടും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോയ സമയത്ത് തന്നെ അവിടുത്തെ ഒരു ചേച്ചി അവൾക്ക് 2 ബിസ്ക്കറ്റൊക്കെ കൊടുത്ത് സന്തോഷമായിട്ട് വരിക കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവൾ അവിടെ നിലത്തിരുത്തിങ്ങാണ്ട് ഇതാ മീനൊക്കെ മുറിക്കുകയാണ്. അപ്പോൾ ഞാൻ സൂതയാണ് കേട്ടോ വാങ്ങിയത്. സൂത ചിലവരൊക്കെ നന്നാക്കി തരും കേട്ടോ, പക്ഷേ എനിക്കിന്ന് നന്നാക്കിയിട്ടൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ പിന്നെ വേഗം കട്ട് ചെയ്തുകൊണ്ട് അതൊന്ന് അവൾ നിലവിളിക്കുന്നതിന് മുമ്പ് തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അങ്ങനെ ആകുമ്പോഴേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ അധികം ഒന്നും സൂതമീൻ അങ്ങനെ വാങ്ങാറില്ല കേട്ടോ. മത്തിയോ അല്ലെങ്കിൽ മാന്തളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മീനേ വാങ്ങാറുള്ളൂ. അപ്പോൾ ഇന്നിപ്പം ഇത് ഉണ്ടായപ്പം ഇത് വേഗം കട്ട് ചെയ്തിട്ട് പിന്നെ ഇതൊന്ന് പൊരിക്കാൻ വെക്കണം കേട്ടോ. പോകുന്നതിൻ്റെ മുമ്പ് ചോറ് ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഈ ഒരു വീഡിയോ ഞാൻ വൈകുന്നേരമാണ് കേട്ടോ അടുത്ത് ഷൂട്ട് ചെയ്യുന്നത്. ഇത് ഉച്ചയ്ക്ക് രാവിലെ വെച്ച ചോറുണ്ടായിരുന്നു. പിന്നെ രാത്രിയേക്കാണ് കേട്ടോ ഈ മീൻ പൊരിച്ചതും പിന്നെ ചോറ് വെക്കാനും പോകുന്നത് കേട്ടോ. അപ്പോൾ അതിന് ആദ്യം തന്നെ തീയൊക്കെ മൂട്ടിയിട്ട് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളം തിളക്കുന്ന സമയം കൊണ്ട് ഞാൻ പുറത്ത് പോയിട്ട് കുറച്ച് കറിവേപ്പിലയും അതേപോലെ നമ്മളെ കാന്താരി മുളകൊക്കെ പറിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറിവേപ്പില ഞാൻ അങ്ങനെ പറിക്കാറില്ല, പെട്ടെന്ന് വേണ്ടപ്പം അങ്ങനെ പോയിങ്ങാണ്ട് മരത്തുമെന്ന് പറിക്കാറാണ് കേട്ടോ. അപ്പോൾ പോയ സമയത്ത് കുറച്ച് കാന്താരിയൊക്കെ പഴുത്ത് നിൽക്കണ കണ്ടപ്പം ബാക്കിയുള്ളതും കൂടി അങ്ങോട്ട് പറിച്ച് കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് ഒഴിപോലെ നമ്മൾ കരിവേപ്പില മേലെ പുയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കിയിട്ട് അതൊന്ന് ബോട്ടിലാക്കി കൊടുക്കണേ. തേങ്ങയ്ക്ക് എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ചിട്ട് നേരത്തെ തന്നെ തേങ്ങയൊക്കെ ഒന്ന് പൊളിച്ച് വെക്കുകയാണ്. അപ്പോൾ ഇഷു ക്ലാസ് കഴിഞ്ഞ് വന്ന് അവന് ചായ കുടിച്ച് മേലേക്കാൻ പോകുന്ന ടൈമാണ് കേട്ടോ. അപ്പോൾ വേഗം മോളവിടെ കളിക്കുന്നുണ്ട് അവൻ്റെ കൂടെ. അപ്പോൾ പിന്നെ വേഗം തന്നെ ഞാൻ തേങ്ങയൊക്കെ പൊളിച്ചിട്ട് അകത്തേക്ക് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എന്താ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മീനുണ്ടല്ലോ അതൊന്ന് മസാല കൂട്ടുകയാണ്. അപ്പോൾ ഞാൻ സാധാ രീതിക്ക് തന്നെയാണ് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പും പിന്നെ ഇച്ചിരി വിനാഗിരിയും കൂടി യൂസ് ആക്കും കേട്ടോ. പിന്നെ നമ്മൾ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കലാണ്.
ആദ്യമൊന്നും ഞാൻ തക്കാളീൻ്റെ നീര് ഉറ്റിച്ച് കൊടുക്കാറില്ല കേട്ടോ. പക്ഷേ എൻ്റെ ഉമ്മ അങ്ങനെ ഉറ്റിച്ച് കൊടുക്കണത് കണ്ടപ്പം എനിക്കും തോന്നി കേട്ടോ ഒന്ന് ഉറ്റിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഉമ്മാൻ്റെ ആ ഒരു ഇതാണ് കേട്ടോ തക്കാളി നീരെടുക്കൽ മീൻ പൊരിക്കണേക്കും ചിക്കൻ പൊരിക്കണേക്കും ഒക്കെ ഉമ്മ എടുക്കുന്നത് കാണാറുണ്ട്. അപ്പോൾ അത് ഞാനും കൂടി ഒന്ന് ഫോളോ ചെയ്തു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ കഷ്മീൻ സുതമീൻ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ഇട്ടിട്ട് നല്ലപോലെ മസാല തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ അത് അവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കും കേട്ടോ. കുറച്ചൊക്കെ ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറോ ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്രീ ആയി കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റാണ് കേട്ടോ ഞാൻ മീൻ പൊരിക്കാറുള്ളത്. പിന്നെ ഇത് അതിൻ്റെ ഇടയിൽ ഞാൻ ചോറിനുള്ള അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഏകദേശം വെന്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ റേഷൻ കടയിൽ അരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. 2-3 പ്രാവശ്യം തള വന്നാൽ തന്നെ തളാന്ന് വിചാരിച്ചാൽ തിളച്ച് വന്നാൽ തന്നെ നമ്മളെ ചോറ് റെഡിയാവും കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മളെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ മീൻ പൊരിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ മീനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുകയാണ്. ഇത് കഴിഞ്ഞാൽ നമ്മളെ രാത്രിക്ക് ഫുഡിനുള്ള ഐറ്റംസ് കഴിഞ്ഞു. പിന്നെ ഉച്ചയത്തെ കറി ഉണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ പരിപ്പും മുരിങ്ങയൊക്കെ ഇട്ട് വെച്ച കറിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ എന്താ പറയുക ഉച്ചയത്തെ ഫുഡ് കഴിക്കണതോ അങ്ങനത്തെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോ ഈവനിങ്ങിന് ആണ് എടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ മാക്സിമം ഇഷ്ടമാവാണ് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്. അത് എൻ്റെ ചാനലിൻ്റെ അതേ നെയിം തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനലും കൂടി കൂട്ടത്തിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണേ. അപ്പോൾ ഇതാ ഞാൻ മീൻ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് പൊരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.